നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സ്പാനിഷ് സൂപ്പർ കപ്പിൽ നടന്ന കലാശ പോരാട്ടത്തിൽ റയൽ മാഡ്രിഡ് FC ബാഴ്സലോണയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം നേടിയിരുന്നു. 1-4 ഗോളുകൾക്കായിരുന്നു റയൽ മാഡ്രിഡ് വിജയിച്ചിരുന്നത്. നമുക്കറിയാം, സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയറുടെ ഹാട്രിക്കാണ് ഇത്തരത്തിലുള്ള ഒരു വിജയവും കിരീടവും റയലിന് സമ്മാനിച്ചിട്ടുള്ളത്. ഇത് തങ്ങളുടെ കരിയറിൽ 13ാം തവണയാണ് റയൽ മാഡ്രിഡ് സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീടം സ്വന്തമാക്കുന്നത്. ഇതുവരെ കലാശ പോരാട്ടത്തിൽ 9 തവണ എൽ ക്ലാസിക്കോ നടന്നു. അതിൽ 7 തവണയും വിജയിച്ചിട്ടുള്ളത് റയൽ മാഡ്രിഡ് തന്നെയാണ്. ഇതിന് പിന്നാലെ വൺ ഫുട്ബോൾ ഒരു 11 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഓൾ ടൈം എൽ ക്ലാസിക്കോ 11 ആണ് ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ഇത് തിരഞ്ഞെടുത്തിട്ടുള്ളത്, അഥവാ ചാറ്റ് GPT ആണ് ഇത് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ ഓൾ ടൈം എൽ ക്ലാസിക്കോ 11 നമുക്കൊന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് റയൽ മാഡ്രിഡിന്റെ ഇതിഹാസ ഗോൾ കീപ്പറായ ഐക്കർ കസിയസ് ആണ് വരുന്നത്. സെൻട്രൽ ബാക്കുമാരുടെ പൊസിഷനിൽ 2 ബാഴ്സലോണ താരങ്ങളാണ് വരുന്നത്. റൊണാൾഡോ കൂമാൻ, ജെറാർഡ് പീക്കെ എന്നിവരാണ് സെൻട്രൽ ബാക്ക് പൊസിഷനിൽ വരുന്നത്. ഇനി ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ റയൽ മാഡ്രിഡിന്റെ ബ്രസീലിയൻ ഇതിഹാസമായ റോബർട്ടോ കാർലോസ് വരുന്നു. അതേസമയം റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഇവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് FC ബാഴ്സലോണയുടെ സ്പാനിഷ് ഇതിഹാസമായ കാർലോസ് പുയോളിനെയാണ്. ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വന്നാൽ സെൻട്രൽ മിഡ്ഫീൽഡർമാരായിക്കൊണ്ട് 2 ബാഴ്സ ഇതിഹാസങ്ങൾ വരുന്നു. ആൻഡ്രസ് ഇനിയസ്റ്റയും അതുപോലെ തന്നെ ചാവിയുമാണ്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ട് റയലിന്റെ ഫ്രഞ്ച് ഇതിഹാസമായ സിനദിൻ സിദാനാണ് വരുന്നത്. സെൻട്രൽ ഫോർവേഡ് ആയിക്കൊണ്ട് ഇതിഹാസ താരം ഫറങ്ക് പുഷ്കാസ് വരുന്നു. ലെഫ്റ്റ് വിങ്ങിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും റൈറ്റ് വിങ്ങിൽ ലയണൽ മെസ്സിയുമാണ് വരുന്നത്. ഇതാണ് ഇപ്പോൾ ചാറ്റ് GPT തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു ഓൾ ടൈം എൽ ക്ലാസിക്കോ 11. നമുക്കറിയാം, സെർജിയോ റാമോസിന് ഇതിൽ ഇടം ലഭിച്ചിട്ടില്ല, സെർജിയോ ബുസ്കറ്റ്സിന് ഇതിൽ ഇടം ലഭിച്ചിട്ടില്ല, മാത്രമല്ല പല ഇതിഹാസങ്ങൾക്കും ഇതിൽ ഇടം ലഭിച്ചിട്ടില്ല. ഏതായാലും ഈ 11 കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കാം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.